ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വച ഭവത്പ്രഭാവാ വിദുരൈരിദീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനേ. ഭിയ എന്ന് പറഞ്ഞാൽ ഭയന്നിട്ട്. അപ്പോൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ ആ കുട്ടികൾ പറഞ്ഞ കഥ വരെയായിരുന്നു നമ്മൾ കണ്ടത്. തഥാ ഭിയ തഥാ തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ കിഞ്ചിദജാനതാമിതം, കിഞ്ചിത് അജാനതാം ഇതം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കിഞ്ചിദജാനതാമിതം. കിഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അജാനതാം അറിയാത്തതായിട്ടുള്ള, ഒന്നും അറിയാത്തതായിട്ടുള്ള ഇതം ഈ കുമാരകാണാമതിദുർഘടം വച. കുമാരകാണാം ഈ കുട്ടികളൊക്കെ പറഞ്ഞത്, ഈ അറിവില്ലാത്ത കുട്ടികൾ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പിന്നെ ഈ ഉണ്ണിയുടെ കുഞ്ഞു പാദം ഒന്ന് തൊട്ടാലുണ്ടെ വണ്ടി തകർന്നു പൊടിയുകയെ, അതെന്തായാലും ഒരിക്കലും സാധ്യമല്ല, ഇത് യുക്തിക്ക് ചേരുന്നതല്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ വെറുതെ പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് അവർക്ക് ഈ കുട്ടികൾ പറഞ്ഞ കഥകളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്നത്. അതിദുർഘടം വചഃ, ഇത് അതിദുർഘടം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളതാണ്. വചഃ വാക്കുകൾ, ഈ കുട്ടികളുടെ വാക്കുകളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. അങ്ങനെ എന്തായാലും സംഭവിക്കില്ല, മറ്റെന്തോ ആവണം കാരണം എന്നുള്ളതാണ്. ഭവത് പ്രഭാവാവിദുരൈരിതീരിതം. ഭവത് പ്രഭാവ, ഭഗവാനെ അങ്ങയുടെ പ്രഭാവം, മാഹാത്മ്യം, അവിദുരൈ അറിയാത്തവരാണ് ഈരിതം പറഞ്ഞത്. ആര്? ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും. കാരണം അങ്ങയുടെ സംരക്ഷകരായിട്ടുള്ള ഉണ്ണികൾ പറഞ്ഞതാണ് സത്യം. പക്ഷേ ഇവിടെ ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നിയിട്ട് അങ്ങയുടെ മഹത്വത്തെ, മാഹാത്മ്യത്തെ ശരിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ആണ് അവർക്കതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയത്. അവർ പറയുന്നത് എന്താ? ഈ കുഞ്ഞുങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല, അവർക്കൊന്നും അറിയാതെ അവരെന്തൊക്കെയോ പുലമ്പുകയാണ് എന്ന് പറഞ്ഞ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കുമാണ് ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാന്റെ മാഹാത്മ്യത്തെ അവർക്ക് ഒട്ടും തന്നെ അറിയില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ചിന്തിച്ചത്, പറഞ്ഞത്. മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനേ. മനാഗ് ഇവ ആശങ്ക്യത, 3 വാക്കുകൾ ചേരുന്നതാണ് മനാഗിവാശങ്ക്യത. ഇവിടെ മനാക് എന്ന് പറഞ്ഞാൽ അല്പം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഇവ ആശങ്ക്യത, അങ്ങനെയും ഒരല്പം ആശങ്ക്യത എന്ന് പറഞ്ഞാൽ സംശയിക്കാതെ ഇരുന്നില്ല. ഈ ഉണ്ണികൾ പറയുന്നത് ശരിയായിരിക്കുമോ, ഇങ്ങനെ തന്നെ ആവുമോ സംഭവിച്ചത്? അവർക്ക് ഭഗവാന്റെ മഹത്വമൊന്നും പൂർണ്ണമായിട്ട് അറിയാവുന്നത് കൊണ്ടല്ല, പക്ഷേ അവരുടെ കൺമുൻപിൽ കണ്ട അനുഭവങ്ങൾ കൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്. കാരണം എന്താ? ദൃഷ്ടപൂതനെ, ദൃഷ്ട കണ്ടിരിക്കുന്നു, എന്ത്? പൂതനെ, പൂതനയുടെ കഥ, പൂതന മോക്ഷം, പൂതന വന്ന് മുലപ്പാൽ കൊടുത്ത ഉണ്ണിയിൽ നിന്നും പൂതനയ്ക്ക് മരണമുണ്ടാകണമെങ്കിൽ ആ ഉണ്ണി എന്തെങ്കിലും ഒരു അത്ഭുത കഴിവുള്ള ഉണ്ണി ആയിരിക്കുമോ ഇത്? ഈ ഉണ്ണിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മായാജാലമാവുമോ ഇപ്പോൾ ഈ കണ്ട വണ്ടിയുടെ പൊട്ടിത്തകരലും? അങ്ങനെയും ചിലർ ചിന്തിക്കാതെ ഇരുന്നില്ല. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും മനസ്സിൽ
പല വിധത്തിലുള്ള ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചധികം പേര് ഉണ്ണികൾ പറഞ്ഞതൊക്കെ അറിവില്ലാ പൈതങ്ങളുടെ പുലമ്പൽ മാത്രമായി കരുതിയെങ്കിൽ, കാരണം അവരുടെ യുക്തിക്ക് അല്പം പോലും ചേർന്നു പോകുന്ന കഥയല്ല ഈ ഉണ്ണികൾ പറഞ്ഞത്. ഒരു ചെറിയ ഒരു കുഞ്ഞ് തൻ്റെ ആ ഇളം കാലുകൊണ്ട് ഈ വണ്ടിയിൽ തൊട്ടാൽ തകരുന്നതൊന്നുമല്ലല്ലോ ഈ വണ്ടി. അപ്പോൾ ഈ ഉണ്ണികൾ പറഞ്ഞൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഈ ബാലകന്മാർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് കുറേ പേർ വിചാരിച്ചുവെങ്കിൽ, കുറേ പേർ അല്ലാതെയും ചിന്തിച്ചു, ഈ കാണിച്ചതും ഈ ഉണ്ണിയുടെ എന്തെങ്കിലും ഒരു മായാജാലം ആവില്ലേ, ഒരു മാജിക് ആവില്ലേ അന്ന് ആ പൂതനയുടെ കാര്യത്തിൽ കാണിച്ചതുപോലെ? ഈ ഉണ്ണി ശരിക്കും മായാജാലക്കാരനാണോ? ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളിലൂടെയാണ് അവിടെ കൂടിയിരുന്ന ഗോപസ്ത്രീകളും ഗോപന്മാരും ഒക്കെ കടന്നുപോയത്. അതായത് കുട്ടികൾ പറയുന്നത് കള്ളമാണ് എന്ന്, അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞ കള്ളമാണെന്ന് ഒരു വിഭാഗം ശങ്കിക്കുമ്പോൾ, ഭഗവാന്റെ മഹത്വമായിട്ടല്ല, പക്ഷെ ഈ ഉണ്ണിക്ക് എന്തൊക്കെയോ ഒരു പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തൊക്കെയോ ചില കഴിവുകൾ ഉണ്ട് എന്നും ഒരു വിഭാഗം ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെ സന്ദേഹിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാമതിദുർഘടം വചഃ ഭവത്പ്രഭാവാ വിദുരൈരിദീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കിഞ്ചിത് അജാനതാം ഇതമാണ്. അതുകൊണ്ട് തന്നെ കിഞ്ചിത് അജാനതാം, ദായുടെ അകാരം ശ്രദ്ധിക്കുക. അതേപോലെ ഇതം കിഞ്ചിത് അജാനതാമിതം, മായുടെ ഇകാരം ശ്രദ്ധിക്കുക. പിന്നെ കുമാരകാണാം അതിദുർഘടമാണ്, അതുകൊണ്ട് മായുടെ അകാരം ശ്രദ്ധിക്കുക. വച എന്നുള്ളിടത്ത് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. മൂന്നാമത്തെ വരി പൂർണ്ണമായും ചേർത്ത് വായിക്കേണ്ടതാണ്. ഭവത് പ്രഭാവാവിദുരൈരിദീരിതം. ഭവത് പ്രഭാവ അവിദൂരൈ ഇതി ഈരിതം, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. വായിക്കുമ്പോൾ ഭവത് പ്രഭാവാവിദുരൈ, അവ കഴിഞ്ഞിട്ടുള്ള ഒരു ആകാരം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ ഇതി ഈരിതമാണ്. ഭവത് പ്രഭാവാവിദുരൈരിതീരിതം, ഇകാരം ശ്രദ്ധിക്കുക. പിന്നെ മനാകിവാശങ്ക്യത, മനാക് ഇവ ആശങ്ക്യതയാണ് പദം പിരിക്കേണ്ട. ഗായുടെ ഇകാരവും വായുടെ അകാരം നീട്ടിയെടുക്കുക, ആശങ്ക്യത. പിന്നെ പൂതനൈ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യൗനുകരൗ വിരോജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാത്. ഇതി പ്രസർപ്പത് കരുണാതരംഗിതാസ്ത്വദംഗമാപുസ്പൃശുരംഗനാജനാ. പ്രവാളതാമ്രം, വളരെ തളിരില പോലെയുള്ള, നമ്മൾ മാവിൻ്റെയൊക്കെ തളിരില വരുമ്പോൾ നമുക്കറിയാം ഒരു ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു കറുപ്പും ചുവപ്പും കൂടി കലർന്ന ഒരു നിറമാണ് അല്ലേ? ആ പച്ചയ്ക്ക് ഒരു കറുപ്പ് നിറം നമുക്കപ്പോൾ തോന്നിക്കും. ഇതേപോലെയാണ് ആ കാർവർണ്ണൻ്റെ പാദങ്ങൾ. പ്രവാളതാമ്രം, ഇവിടെ ആ കുഞ്ഞിൻ്റെ ഇളം ചുവപ്പ് കലർന്ന ആ കാർവർണ്ണ നിറത്തിലുള്ള പിഞ്ചു പാദങ്ങൾ. കിമിതം പദം ക്ഷതം, കിം ഇതം,
കിം എന്ന് പറഞ്ഞാൽ എന്ത്, കിം ഇതം ഏതെങ്കിലും തരത്തിൽ പദം ക്ഷതം ആ കുഞ്ഞു കാലുകൾക്ക് പാദങ്ങൾക്ക് ക്ഷതം സംഭവിച്ചുവോ, നൊന്തുവോ, ആ കുഞ്ഞു കാലുകൾക്ക് വേദന ഉണ്ടാവുമോ, ഈ വണ്ടിയിലൊക്കെ ഇനി ആഞ്ഞു ചവിട്ടിയിട്ടുണ്ടാവുമോ. നോക്കൂ, നന്ദഗോപരെ പോലെയുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക്, കാരണം വസുദേവര് മുൻകൂട്ടി കണ്ടു പറഞ്ഞ കാര്യമായിരുന്നു പൂതനാമോക്ഷം. അതുകൊണ്ട് തന്നെ വസുദേവരെ പോലെയുള്ള കുറച്ചാളുകൾക്ക് ഈ ഉണ്ണിയുടെ ഇത്തരം പ്രവർത്തികളിൽ ഒരു നേരിയൊരു സംശയമില്ലാതെയില്ല. എന്നാൽ മറ്റു ചിലർക്കാവട്ടെ ഈ ഉണ്ണി ഇനി ശരിക്കും ഇതിൽ തട്ടിയിട്ടത് പൊടിഞ്ഞതാണെങ്കിൽ, ഈ കുട്ടികൾ പറയുന്നത് പോലെ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ, ആ ചെന്തളിരില പോലെയുള്ള ചുവന്ന കുഞ്ഞു പാദങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടാവുമോ, വേദനിച്ചിട്ടുണ്ടാവുമോ, എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവുമോ. സരോജരമ്യൗ നു കരൗ വിരോചിതം. സരോജരമ്യൗ, സരോജം താമരപ്പൂവ്, ആ ചെന്താമരപ്പൂവ് പോലെ രമ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കരവു, ഈ കൈകൾ വിരോചിതൗ നു വിരോചിതൗ. വിരോചിതൗ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടാവുമോ. ഇതി പ്രസർപ്പത് കരുണാതരംഗിതാസ്ത്വദംഗമാപസ്പൃശുരംഗനാജന. ഇതി ഇപ്രകാരം പ്രസർപ്പത് കരുണാതരംഗിത, അവിടെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട്. പ്രസർപ്പത് കരുണാതരംഗിത ത്വത അംഗം ആപസ്പൃശു അംഗനാജന. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, പ്രസർപ്പത് അതായത് പുറത്തേക്കിങ്ങനെ തള്ളി വരുന്നതായിട്ടുള്ള, ഉള്ളിൽ ഒതുക്കാൻ കഴിയാതെ പോയതായിട്ടുള്ള കരുണാതരംഗിത, ആ കാരുണ്യ ഭാവത്തോടുകൂടി, ആ വാത്സല്യത്തോടുകൂടി, കരുണാതരംഗിത, അങ്ങനെ ആ സ്ത്രീകളുടെ ഉള്ളിൽ വഴിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന, കാരണം ഈ പൊട്ടിച്ചിതറിയ വണ്ടിയുടെ നടുവിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു കൂസലും ഇല്ലാതെ കൈകാലിട്ടിളക്കി ഇരുന്ന ഉണ്ണിയെ ഇത്ര നേരവും നോക്കി നിന്നുകൊണ്ട് ആ കളികൾ ആസ്വദിക്കുന്നതിനോടൊപ്പം നാവും മനസ്സുമൊക്കെ അതിനുള്ള ഈ വണ്ടിയുടെ തകരാറിന് പറ്റിയ കാരണങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ, കണ്ണും മനവും അപ്പോഴും ആ ഉണ്ണിയുടെ കളികളിൽ അങ്ങനെ ലയിച്ച് നിറഞ്ഞൊഴുകുകയായിരുന്നു. അങ്ങനെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുവാനാകാതെ തിരത്തള്ളി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ആ വാത്സല്യാമൃതം ത്വദംഗമാപസ്പൃശുരംഗനാജന. ത്വദംഗം, അങ്ങയെ ആ സ്ത്രീകൾ അങ്ങയുടെ അംഗങ്ങളെ, ആപസ്പൃശുഹു, ആപസ്പൃശു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക, വളരെ മൃദുവായി സ്പർശിച്ചു കൊണ്ടിരിക്കുക. അങ്ങയുടെ ദേഹം ഒന്നാകെ ഓരോ അംഗത്തെയും, ചിലർ കാലുകളെ ആണെങ്കിൽ ചിലർ കൈകളെ, കഴിഞ്ഞില്ല ആ കുഞ്ഞു വിരലിന് ഈ പാദമാവുമോ തട്ടിയിട്ടുണ്ടാവുക, ഈ പാദത്തിനാവുമോ കൂടുതലും നൊന്തിട്ടുണ്ടാവുക, മുറിവേറ്റുവോ ഉണ്ണി, വേദനിച്ചുവോ ഉണ്ണി, തുടങ്ങി ഇങ്ങനെ ഓരോന്നും ഈ ഉണ്ണിയോട് ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഭഗവാനെ അവിടുത്തെ അംഗങ്ങളെയൊക്കെ അങ്ങനെ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു ആ ഗോപസ്ത്രീകളും ഗോപന്മാരുമൊക്കെ. ആപസ്പൃശു അംഗനാജന, ഗോപസ്ത്രീകൾ അവരുടെ ഉള്ളിലെ മാതൃത്വം അങ്ങനെ
വാത്സല്യമായി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഈ അപകടത്തിൻ്റെ ഒരു പിരിമുറുക്കം അതിൽ നിന്നുണ്ടായ ഒരു നിശ്ചലത ഒക്കെ ഈ കുറേ നേരം ഉണ്ണിയെ നോക്കി ഉണ്ണിയുടെ കൈകാലുകൾ ഇട്ടിളക്കിയുള്ള ഈ കളികൾ കണ്ട് നോക്കി നിന്ന അമ്മമാരുടെ മനസ്സ് മുൻപ് അപകടം നടന്നയുടനെ ഭയത്താൽ കലുഷിതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശാന്തമായ ഒരു നദി പോലെ അങ്ങനെ ഒഴുകുകയാണ്. ഉള്ളിലെ വാത്സല്യം ഗംഗാപ്രവാഹമായി ഉണ്ണിയെ നോക്കിക്കൊണ്ട് നിന്നിരുന്ന ഓരോ നിമിഷവും അങ്ങനെ ഉള്ളിലടക്കാനാകാതെ പുറത്തേക്കൊഴുകി. ഒടുവിൽ ആഘാതമേൽപ്പിച്ച മനസ്സിൻ്റെ മരവിപ്പിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ ഗോപസ്ത്രീകൾ ഭഗവാനെ അവിടുത്തെ ഓരോ അംഗങ്ങളെയും തലോടിക്കൊണ്ട് ആ അംഗങ്ങളോട് തന്നെ ചോദിക്കുവാൻ തുടങ്ങി. ഇനിയും ഭഗവാനെ പാലിക്കുവാൻ ഏൽപ്പിച്ച ഗോപബാലന്മാരോടല്ല, ഉണ്ണിയുടെ അംഗങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. നൊന്തുവോ വല്ലാതെ? മുറിവേറ്റോ? വേദനിച്ചുവോ കണ്ണാ? ഈ കുഞ്ഞു കാലിന് വല്ലാതെ നൊന്തിട്ടുണ്ടാവുമല്ലേ? ഇങ്ങനെ തുടങ്ങി പാദങ്ങളോടും ഭഗവാന്റെ ഓരോ അംഗങ്ങളോടും സംസാരിച്ചുകൊണ്ട് ആ അംഗങ്ങളെയൊക്കെ മൃദുവായി അങ്ങനെ തലോടുവാൻ തുടങ്ങി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രവാളതാമ്രം കിമിദം പദം ക്ഷതം സരോജരമ്യൗനു കരൗ വിരോജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാസ്ത്വദംഗമാപസ്പൃശുരംഗനാജന. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പാദവും നാലാമത്തെ പാദവും കൂടി ചേർത്ത് അത് ഒരൊറ്റ വാക്കായിട്ടാണ്, ഒരു സമസ്ത പദമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്തി ഒന്ന് ശ്വാസമെടുത്തിട്ട് പ്രസർപ്പത് കരുണാതരംഗിതാസ്ത്വദംഗമാപസ്പൃശുരംഗനാജന, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാത്, കരുണാതരംഗിത, അവിടെ അങ്ങനെ ദീർഘവും വിസർഗവും കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തിക്കൊണ്ട് താഴെ ത്വദംഗമാപസ്പൃശുരംഗനാജന എന്ന് വായിക്കുക. ഇനി അവിടെയും വായിക്കുമ്പോൾ പ്രസർപ്പത് കരുണാതരംഗിത, അവിടെ ദീർഘവും വിസർഗവും ഉള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കണം. താഴെ പിന്നെ സാ വേണ്ട, ത്വദംഗം എന്നാണ്. അതുകൊണ്ട് തന്നെ ദായുടെ ആകാരം ശ്രദ്ധിക്കുക. ത്വദംഗമാപസ്പൃശു, അവിടെ മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതേപോലെ അങ്കനാജന, ഗോപസ്ത്രീകൾ, രായുടെ സ്പൃശുരംഗനാജന, രായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.